ഇത് കുറേ നാളായോ അങ്ങനെ ഡാൻഡ്രഫ്? എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്? ട്രീറ്റ്മെന്റ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാർലറിൽ പോയി ചെയ്യാറുണ്ട്. ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതെന്താ സ്പായാണോ ചെയ്യാറ്? അതല്ല, ആന്റി ഡാൻഡ്രഫ് സ്പായാണ് ചെയ്യാറ്. അപ്പൊ ഒന്ന് കുറവുണ്ടാവും. പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചു. തീരെ ലൈക് പിമ്പിൾസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഡോക്ടറെ കാണിച്ച് മറ്റേ ഒരു ഷാമ്പു ഉണ്ട്. ഷാമ്പു ഇടുമ്പോൾ പോവും. പക്ഷേ ഇങ്ങനെ മറ്റേ സിവിയർ ആയിട്ട് വരുമ്പം ഞാൻ വീട്ടിൽ നിന്ന് ചെയ്താലും പോവാത്ത രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് വെള്ളത്തിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? വെള്ളം അവിടെ ഹാർഡ് വാട്ടർ ആണ്. ഇവിടെ അല്ല. വീട്ടിലുള്ള ഷാമ്പൂ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? യൂസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ട്വൈസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അത് യൂസ് ചെയ്ത് കഴിഞ്ഞ വാഷിൽ കുറയും. പക്ഷെ ലൈക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇപ്പം അവിടെ ആകുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം തല കുളിക്കും. അപ്പൊ ആ ഫ്രീക്വൻസി കൂടുന്നതിനോടാണോ എന്ന് അറിയില്ല. അപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് സെറ്റിൽഡ് ആവും. ഇത് ഒന്നാമത് സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പ്. അതാ ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചല്ലോ. കാരണം ഇതെന്താ വെച്ചാൽ നമ്മളെ തലേന്ന് തന്നെ വരുന്ന ഓയിലാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്താലും വീക്കിലി ത്രൈസായി അങ്ങനെയല്ല, 7 ദിവസമല്ലേ മൊത്തമുള്ളൂ. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റീവ് ചെയ്ത് പോയാലും ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള, കാരണം അത്രയൊക്കെ മതി. നമ്മൾ അതിൽ കൂടുതൽ വാഷ് ചെയ്താലും നല്ലതല്ല. കുറച്ച് നമുക്കിത് തലയിൽ വേണം, പക്ഷെ കൂടാനും പാടില്ല. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഞാൻ ആക്ച്വലി ഓയിൽ ഇടാറേ ഇല്ല. എന്നിട്ടും 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വരും. ഞാൻ മെഞ്ഞാന്ന് രാത്രി കുളിച്ചതാണ്. ഇതെന്താ വെച്ചാൽ ഓയിലി സ്കാൽപ്പ് വരുന്നവർക്കും ഡാൻഡ്രഫ് കൂടുതൽ തന്നെ വരും. ഓയിലി സ്കാൽപ്പിന്റെ ഭാഗമായിട്ടും വരും ഇത്. പിന്നെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് 100% റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് നമ്മുടെ തലൻ്റെ ഈ കാര്യങ്ങളും പിന്നെ നമുക്ക് ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും വരും കേട്ടോ ഡാൻഡ്രഫ്. ഇപ്പം നമ്മുടെ സ്റ്റൊമക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ തന്നെ ഡാൻഡ്രഫ് വരും. അത് എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്താണല്ലോ അല്ലേ? അപ്പം അത് നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ഡോക്ടറെ കാണിച്ചതാണ്. അല്ലാതെ നമ്മുടെ ഈ സ്കാൽപ്പിന്റെ ഹാബിറ്റ് കൊണ്ട് വരും. ഈ ഓയിൽ അധികം ഇതാക്കുമ്പോഴും നമുക്ക് പുറത്തുനിന്നുള്ള അഴുക്കുകളൊക്കെ ഇതിൽ പിടിച്ചു നിൽക്കുക ചെയ്യുക. അത് വൃത്തിയാക്കി തന്നെ കൊണ്ടുപോകണം. പിന്നെ ഇത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യും. ഇപ്പം ഇതിൻ്റെ ബിഫോർ എന്താണെന്നുള്ളത് നമ്മൾ ഇതിപ്പം ശരിക്കും ഫ്ലേക്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും ഫ്ലേക്സ് ആയിട്ട് ഇളകി വരുന്ന ടൈപ്പാണ് വരുന്നത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ആഫ്റ്റർ കാണിച്ചിരും ഇത്രയും സ്കാൽപ്പ് ക്ലീൻ ആയി. പിന്നെ ഇതിൻ്റെ സംഭവം ഡാൻഡ്രഫ് ചെയ്താൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 100% നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും. ഈ സാധനം തിരിച്ചു വരും. അപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി മറ്റേ മെഡിക്കേറ്റഡ് ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഭയങ്കര ഡ്രൈ ആവും. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് പറഞ്ഞാൽ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. പ്ലസ് ആ കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കുന്നതാണ്. ഇത് സ്കാൽപ്പിന്റെ ഇഷ്യൂ ആണ് ബേസിക്കലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത്, ഹെയറിലല്ല. അപ്പം നമ്മൾ ഹെയറിൽ യൂഷ്വലി കണ്ടീഷണർ ഇട്ടാണ് സ്കാൽപ്പ് വിട്ടിട്ടല്ലേ ചെയ്യാം. ഇത് നമ്മൾ സ്കാൽപ്പിലേക്ക് കൊടുത്തിട്ടാണ് ചെയ്യുക. ഇത് സ്റ്റാർട്ടിങ് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. പിന്നീട് നമ്മളിത് കുറയ്ക്കാം. ഇത്രയും വേണ്ട. പിന്നെ ഒരു വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്ത് പോകും. ഇത് മൈൽഡാണ് ഷാമ്പു. അപ്പം നമ്മൾ എന്തായാലും ഒരു ഷാമ്പു യൂസ് ചെയ്യണം. അത് ഈ ഷാമ്പു യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഉപയോഗിക്കണവർത്തണം നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇതിനെ കൊണ്ടുപോകാന്നുള്ളത് നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇതിന് ഫൈനൽ എന്തായി എന്നുള്ളത്. ഹോം കെയർ പ്രോഡക്ട്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ടൊന്ന് നോക്കുക എന്താ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ. നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. എന്നിട്ട് അത് ഹോം കെയറിനകത്ത് ഇത് ഓക്കെ ആവുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും കേട്ടോ. എന്നാൽ ഇതൊരു 80% ഇതായിട്ടുണ്ട്. അതിൻ്റെ ബിഫോർ കണ്ടിട്ടുണ്ടായിരുന്നു സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അത് എത്രത്തോളം അവസ്ഥയാണെന്ന് അറിയാമല്ലോ. അപ്പം അതിന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന സർവീസ്? ചെയ്തതൊക്കെ ഇഷ്ടമായോ? ഹാപ്പിയാണോ? ഓക്കെ. അപ്പം ഇതെങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വന്നതാ. ഫസ്റ്റ് ടൈം വരിക അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം വേറെ ബാക്കി സർവീസസ് ഉണ്ട് നമ്മൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.